ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ നടത്തിയ LDC എക്സാമിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ. നമ്മുടെ ലക്ഷ്യം ഒരു PSC വഴി ഒരു ഗവൺമെൻറ് സർവീസാണ്. അപ്പോൾ അതിന് PSC മുൻകാലത്ത് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. അപ്പോൾ PSC ഒരിക്കൽ ചോദിച്ചത് തെറ്റിക്കരുത് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മുൻകാലത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ആഭരണകല. അപ്പോൾ പഠിക്കുക, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏതെന്ന് ചോദിച്ചാൽ ആഭരണകല. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഓപ്ഷൻ ബി റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയും. കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. അപ്പോൾ വിറ്റാമിൻ ഡി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വിറ്റാമിൻ ലൈറ്റ് നമ്മുടെ ശരീരത്ത് പതിച്ചില്ല എങ്കിൽ നമ്മൾ കണ ആകും എന്നെങ്കിലും കോഡ് വെച്ചൊന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ PSC മുൻകാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ശൈലിയിൽ തന്നെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് എക്സാം ഹാളിൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടെക്നിക്ക് വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ട് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. പിന്നെ വിറ്റാമിൻ സി എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? സ്കർവി. അതായത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയും ഒരു സിയുടെ ടോൺ ഇവിടെ വരുന്നുണ്ട്, കണ്ടോ? സ്കർവി സി എന്ന് ഓർക്കുക. അടുത്ത് ബെറിബെറി, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം. അതും ഓപ്ഷനിൽ തന്നെ ഉണ്ട്, B4 ബെറിബെറി എന്ന് പഠിക്കുക. ഇനി അനീമിയ നമുക്കറിയാം, ഹീമോഗ്ലോബിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. അതായത് അയൺ അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ B12 അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിക്കുക വഴി അനീമിയ കുറയ്ക്കാം. B12 ആണ് എന്നും ഓർക്കുക. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി PG തൃശ്ശൂർ. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു എവിടെയെന്ന് ചോദിച്ചാൽ PG. അപ്പോൾ ഈ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കൺഫ്യൂഷൻ ആകാറുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ. അത് ഓർത്തിരിക്കാം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയം. അപ്പോൾ ഈ ഫോറസ്റ്റ് എല്ലാം ഡെവലപ്മെൻറ്റ് ആയത് എവിടെയാണ്? കോട്ടയത്തുള്ള ഫോറസ്റ്റാണ്. അങ്ങനെ അങ്ങ് ഓർക്കുക. അപ്പോൾ എന്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയം. എന്നാൽ റിസർച്ച് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തൃശ്ശൂരിലാണ്, PG. പിന്നെയുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ എന്ന് ചോദിക്കാം. അത് വഴുതക്കാട്, തിരുവനന്തപുരം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് വഴുതക്കാടാണ്, തിരുവനന്തപുരം. അപ്പോൾ 3 സ്ഥലങ്ങൾ തെറ്റാണ്ട് ഓർക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത ചോദ്യം, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ഓപ്ഷൻ ഡി ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ കാരണമാണ് ടൈഫോയിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ കാരണം അല്ലെങ്കിൽ വൈറസ് കാരണം ഉണ്ടാക്കുന്ന രോഗങ്ങളൊക്കെ ഒരു ചെറിയൊരു കോഡ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആ ബാക്ടീരിയയുടെ കോഡ് നമുക്കിവിടെ ഒന്ന് പഠിക്കാം. അപ്പോൾ ആ കോഡ് ഇതാണ്. LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PCക്ക് കൊടുത്തു. അപ്പോൾ ഒന്ന് കുറിച്ചെടുത്ത് പഠിക്കുക. LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PCക്ക് കൊടുത്തു. എന്താണ് LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PCക്ക് കൊടുത്തു. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. മൊത്തം 14 രോഗങ്ങൾ ഇതുവഴി കിട്ടും. രോഗങ്ങൾ, ഈ ആദ്യത്തെ L എന്ന് പറയുന്നത് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠം. T ഫോർ ടൈഫോയിഡ്. അടുത്ത T ട്യൂബർകുലോസിസ്. അപ്പോൾ അല്ലെങ്കിൽ ക്ഷയം. അപ്പോൾ
ലെപ്രസി, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്. പിന്നെയുള്ളത് എസ് എന്ന് പറയുന്നത് സിഫിലിസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, സ്റ്റാമ്പ് അതിലെ എസ് എന്ന് പറയുന്നത് സിഫിലിസ്. പിന്നെയുള്ളത് ടി, അടുത്തും ഒരു ടി വന്നു, ടെറ്റനസ്. അപ്പോൾ 3 ടി ഉണ്ട്, അപ്പോൾ അതും ഓർക്കുക. എ ഫോർ ആന്ത്രാക്സ്, എം മെനിഞ്ചറ്റിസ്, പി ന്യൂമോണിയ. അപ്പോൾ ന്യൂമോണിയ സ്പെല്ലിംഗ് ഇവിടെ എഴുതുന്നതും ഒന്ന് ഓർക്കുക, അതും PSC ചോദിച്ചിട്ടുണ്ട്. ഡി ഡിഫ്തീരിയ, ജി ഗൊണേറിയ, പി പ്ലേഗ്, ബോട്ടിലിരുന്ന എന്ന് പറയുന്നത് ബോട്ടിലിസം, പി ഫോർ പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, സി ഫോർ കോളറ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു കോഡ് വഴി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കോഡൊന്നുമില്ല, LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PCക്ക് കൊടുത്തു. അടുത്ത ചോദ്യം, കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? കേരള വന നിയമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, 1961. അപ്പോൾ കുറച്ച് വന നിയമത്തിൽ നേരത്തെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പഠിച്ചായിരുന്നു. ഇനിയുള്ളത് വർഷവും പ്രധാനം. തിരുവിതാംകൂർ വന നിയമം വന്നു 1887. അപ്പോൾ തിരുവിതാംകൂർ വന നിയമം എന്ന് വന്നു 1887. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ നമ്മൾ 1888 മലയാള മനോരമ പത്രമൊക്കെ പബ്ലിഷായി. അപ്പോൾ ആ വർഷം കുറച്ചൊന്ന് ഓർക്കുക. അപ്പോൾ കേരള വന നിയമമാണ് 1961. ഇനി ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, ഇന്ത്യൻ വന നിയമം എന്നാണ്? 1927. അപ്പോൾ ഇന്ത്യൻ വന നിയമം 1927. ഇനി ഇന്ത്യൻ വന സംരക്ഷണ നിയമമുണ്ട്. അപ്പോൾ ഇന്ത്യൻ വന നിയമവും ഇന്ത്യൻ വന സംരക്ഷണം എന്നൊരു വാക്ക് കൂടെ ഉണ്ടെങ്കിൽ തെറ്റിപ്പോകരുത്, അത് 1980. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, സംരക്ഷണം എന്ന് ചോദിച്ചാൽ അത് 1980. ഇനി വന്യജീവി സംരക്ഷണം 1972. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ ഒരു ടേം കിട്ടി, 27ഉം 72ഉം. 27 എന്തുമായിരുന്നു? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിനെ തിരിച്ചിട്ടാൽ 27നെ 72 ആക്കിയാൽ നമുക്ക് വന്യജീവി സംരക്ഷണം കിട്ടും. +1, 72 + 1 73 ആകുമ്പോൾ പ്രോജക്റ്റ് ടൈഗർ വന്നു 1992. പ്രോജക്റ്റ് എലിഫൻറ്റും വന്നു. അപ്പോൾ വർഷങ്ങൾ എല്ലാം സിമ്പിളാണ്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഓർക്കാം. ഇനി ഒരു 1986 കൂടെ ഒന്ന് പഠിക്കുക. 86 2 കാര്യങ്ങളാണ്. കേരള വൃക്ഷ സംരക്ഷണ നിയമം. അപ്പോൾ കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. അപ്പോൾ അതും ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. നാച്ചുർ അത് 6ൽ വന്ന് അവസാനിക്കുന്നു, അങ്ങനെ ഒന്ന് ഓർക്കുക. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം. അതും ഓർത്തിരുന്നില്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനം എന്ന ജൂൺ 5. 86ഉം കൂടെ കൂട്ടുമ്പോൾ 8ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14ആണ്. ഈ 14നെ വീണ്ടും ഒന്നും കൂടെ കൂട്ടുമ്പോൾ 4 + 1 5 കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ വർഷങ്ങൾ ഒന്നുകൂടി, തിരുവിതാംകൂർ വന നിയമം എന്നാണ് 1887. കേരള വന നിയമം 1961. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. ഇന്ത്യൻ വന സംരക്ഷണം എന്ന് ചോദിച്ചാൽ 1980. വന്യജീവി 72. പ്രോജക്റ്റ് ടൈഗർ 73. പ്രോജക്റ്റ് എലിഫൻറ്റ് 1992. കേരള വൃക്ഷ സംരക്ഷണം 86. അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. അടുത്ത ചോദ്യം, മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീഥൈൽ മെർക്കുറി. അപ്പം മെർക്കുറിയാണ് മീഥൈൽ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാന കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പം മീനമാത ദുരന്തത്തിന് കാരണം മീഥൈൽ മെർക്കുറി. ഈ മീനമാത ദുരന്തം എന്നായിരുന്നു? 1956 ജപ്പാനിൽ നടന്നു. അത് എന്തായിരുന്നു പ്രശ്നം? ചിസോ കോർപ്പറേഷൻ്റെ രാസ ഫാക്ടറിയിൽ നിന്നുള്ള ഈ മീഥൈൽ മെർക്കുറി നദിയിൽ കൂടെ ഒഴുകി ഒരുപാട് രോഗങ്ങൾ, മീനമാത രോഗത്തിനും കാരണം ആക്കി. 1956 മീഥൈൽ മെർക്കുറി, മീനമാത ദുരന്തം.
അടുത്ത ചോദ്യം, ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി. അപ്പോൾ നമ്മൾ ആൽഫ എന്ന് പഠിച്ചിട്ടുണ്ട്, ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ആൽഫ എന്നോർക്കുക, ഫോർ ഫൈക്കോളജി എന്നോർക്കുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ആൽഫ എന്നോർക്കുക. ഇനി ആന്തോളജി എന്താണ്? ആന്തോളജി എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് കളക്ഷൻ ഓഫ് പോയംസ് ഓർ റൈറ്റിംഗ് കണ്ടൻസ്, അതായത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് പോയംസോ ചെറിയ റൈറ്റിങ്സോ ചെറിയ കുറിപ്പുകളുടെയാണ് ഈ ആന്തോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്കോളജി എന്താ? സ്റ്റഡി ഓഫ് ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കെ ശൈലജ. കേരളത്തിലെ ആരോഗ്യമന്ത്രി കെ ശൈലജ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണ്? തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ച വർഷം ഏത്? പയർ വർഷം 2016. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷങ്ങളും ഓരോ പ്രത്യേകതകളോടെ ആചരിക്കാറുണ്ട്. അതിൽ 16 എന്ന് പറയുന്നത് പയർ. അപ്പോൾ എങ്ങനെ എഴുതും? 16 എന്ന് പഠിക്കുക, 16 അതിൽ പയർ എന്നങ്ങ് ഓർക്കുക. ഇനി നമുക്ക് ഇതിൽ കറണ്ട് അഫയേഴ്സിലും ഇനി PSC ചോദിക്കാം. 2017 എന്തായിട്ട് ആചരിച്ചു? 2017 ടൂറിസം ആയിരുന്നു. 2018 ഒന്നും ഇല്ലായിരുന്നു. 2019 ആചരിച്ചത് പ്രാദേശിക ഭാഷ പീരിയോഡിക് ടേബിൾ ഇയർ മോഡറേഷൻ ഓഫ്, അതായത് മിതത്വം. അപ്പോൾ മോഡറേഷൻ ഇയർ, പ്രാദേശിക ഭാഷ, പീരിയോഡിക് ടേബിൾ ഇയർ. 2020 ചോദിക്കാം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആണ് 2020. 21 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. 22 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിഷേഴ്സ് ആൻഡ് അക്വാകൾച്ചർ. 2024 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ്. അപ്പോൾ ഇത്രയുമാണ് UN വർഷങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അതിനോട് അനുബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ പ്രീവിയസ് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു.